മറ്റു വാർത്ത ആദ്യം പറഞ്ഞ ആനകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആനകളുടെ വെൽഫെയറുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളിപ്പിന് ഇളവ് തേടി ദേവസ്വം ഭരണസമിതി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഉത്സവത്തിന് 15 ആനകളെ എഴുന്നള്ളിക്കാൻ അനുവദിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. എഴുന്നള്ളിപ്പിന്റെ മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. ആനയില്ലെങ്കിൽ ഹിന്ദുമതം ഇല്ലാതാകുമോ എന്ന് ചോദിച്ച ഹൈക്കോടതി ആന എഴുന്നള്ളത്ത് അനിവാര്യ മതാചാരമല്ലെന്നും ആവർത്തിച്ചിരുന്നു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, ഇന്നലെ കടുപ്പിച്ചായിരുന്നു കോടതിയുടെ ചില പരാമർശങ്ങൾ. അതായത് ആനപ്രേമികൾക്കെതിരെ ആഞ്ഞടിച്ചു കോടതി. ആനപ്രേമികൾക്ക് ആനയുടെ നല്ലതല്ലേ ആഗ്രഹമെന്ന് ചോദിച്ചു. ഈ ആനകൾ തമ്മിൽ തൊട്ടുരുമി നിൽക്കരുത്, 3 മീറ്ററെങ്കിലും അകലം വേണമെന്ന് അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ചില പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഒരുപക്ഷെ നമ്മുടെ പ്രധാനപ്പെട്ട ആനകൾ പങ്കെടുക്കുന്ന ഉത്സവങ്ങളെയൊക്കെ ബാധിക്കത്തക്ക വിധം, തൃശ്ശൂർ പൂരത്തെ അടക്കം ബാധിക്കത്തക്ക വിധമാണ്. അവരൊക്കെ ഒരു പുനർവിചിന്തനം നടത്തണം എന്നാണ് കോടതി ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് മിക്ക സ്ഥലങ്ങളിലും മിക്ക ഉത്സവങ്ങളിലും ആനകൾ ഒരു സജീവ സാന്നിധ്യമാണ്. അപ്പോൾ അതിനെയൊക്കെ ചില മാർഗനിർദ്ദേശങ്ങൾ, നേരത്തെ ആനകളെ സഞ്ചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പകൽ എത്ര ദൂരം കൊണ്ടുവരാം എന്നതുമായി ബന്ധപ്പെട്ട്, ലോറിയിൽ എത്ര ദൂരം യാത്ര ചെയ്യിപ്പിക്കാം ഒരു ദിവസം എന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതിന്റെ ഒരു പിന്തുടർച്ചയായാണ് ഇപ്പോൾ എഴുന്നള്ളത്തിൽ ചില നിയന്ത്രണങ്ങൾ വേണം ആന വിഷയത്തിൽ എന്നുള്ള ആവശ്യം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇന്നാണ് തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത്. അവിടെ 15 ആനകളെ എഴുന്നള്ളിക്കണം എന്നുള്ളതാണ്. ഒരുപക്ഷെ തയ്യാറെടുപ്പുകളൊക്കെ അന്തിമഘട്ടത്തിലാകാം. അപ്പോൾ കോടതിയുടെ തീരുമാനം പ്രധാനമാണ്. കോടതി പറയും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതനുസരിച്ച് മാത്രമാണ് ദേവസ്വം ബോർഡിന് തീരുമാനമെടുക്കാൻ സാധിക്കുക. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, എന്ത് പ്രതീക്ഷിക്കണം കോടതിയിൽ നിന്ന്? എന്താണ് ക്ഷേത്ര കമ്മിറ്റിയുടെ ആവശ്യം? രഞ്ജിത്ത്, കോടതിയിൽ നിന്നും, അതായത് കോടതി ആനകളെ സംരക്ഷിക്കണം എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. മുൻപ് തന്നെ ഇത്തരം ഒരു ഉത്തരവ്, അതായത് 3 മീറ്റർ അകലത്തിൽ ആനകളെ നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ തിരുവമ്പാടി ദേവസ്വം ഇതുമായി എതിർപ്പുമായി വന്നപ്പോൾ ഇത്തരം കാര്യമില്ല എന്നുള്ള നിലപാടിൽ തന്നെ ആയിരുന്നു കോടതി. അങ്ങനെ ഒരു നിലപാടായിരുന്നു കോടതി എടുത്തിരുന്നത്. എന്തായാലും ഈ തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലേക്ക് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഹർജി വീണ്ടും പരിഗണിക്കുന്നത് എത്ര ആനകളെ, അതായത് ഈ അകലത്തിൽ നിർത്താനാകുമെന്നുള്ളൊരു ചോദ്യം കൂടി ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് കോടതി ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മാർഗനിർദ്ദേശം മാറ്റണമെന്നിട്ടുള്ള കൊച്ചി ദേവസ്വത്തിന്റെ ഹർജിയും തള്ളിയിട്ടുണ്ടായിരുന്നു ഡിവിഷൻ ബെഞ്ച്. ആ കേസ് വീണ്ടും ബുധനാഴ്ച പരിഗണിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് പൂർണ്ണത്രയ ക്ഷേത്രത്തിൽ 15 ആനകൾ എഴുന്നള്ളിക്കാൻ അനുവദിക്കണമെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ ഹർജി നൽകിയിരിക്കുന്നത്. ഇത് ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. അതായത് നേരത്തെ തന്നെ നമുക്കറിയാം, മതാചാര പ്രകാരം ആനകളെ എഴുന്നള്ളിപ്പിക്കേണ്ട കാര്യം മസ്റ്റിംഗ് ആണോ എന്നുള്ള കാര്യമാണ് കോടതിക്ക് അറിയേണ്ടത്. അത് അല്ല എന്നുള്ള കാര്യം കൊച്ചി ദേവസ്വം തന്ത്രിമാരുടെ പഠനത്തിൽ നിന്ന്, അതായത് ഈ താന്ത്രിക രേഖകളിലൊന്നും ഇത്തരത്തിൽ തിടം പേറ്റാൻ, ദേവനെ എഴുന്നള്ളിക്കാൻ ആനയുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ ആനയെ ഉപയോഗപ്പെടുത്തിയിരുന്നില്ല എന്നുള്ള ഒരു ഇത് തന്ത്രിമാർ തന്നെ നൽകിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ മതാചാരവുമായി ബന്ധപ്പെട്ടുള്ളതല്ല, അത് കൃത്യമായി കോടതി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. മനുഷ്യന്റെ